അമ്മ എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ. നീ എന്താ പറയണേ? അച്ഛൻ കേൾക്കണ്ട. ഒന്നാമത് പേര് കേട്ട തറവാട പുത്തേടത്ത്. അവിടുന്ന് ആലോചന നീ എത്ര താമസിച്ചിരുന്നാലും എവിടെ നിന്നും കിട്ടില്ല. എനിക്ക് പഠിക്കണം. അതുപോലെ ഇപ്പൊ ചെയ്യുന്ന ജോലിയല്ല, എനിക്ക് വേറെ ഡ്രീംസ് ഉണ്ട്. നീ ഒന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോവാം, പഠിക്കുക, എന്താ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഒന്നും മിണ്ടല്ലേ, അച്ഛൻ അറിഞ്ഞുണ്ടല്ലോ. അച്ഛൻ ഒന്നും പറഞ്ഞു. ആ ഇപ്പൊ ഒന്നും മിണ്ടല്ല. ചായ എടുത്തിട്ട് വരെ മുമ്പിൽ പോയി എന്നാ ചോദിക്കാനാണ് മറുപടി പറയും. ഓക്കെ, അറിഞ്ഞില്ലല്ലോ. ആ വെരി ഗുഡ്. ഊർമിളേ, ദേ അവരെത്തി. ഇരിക്കും. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതാണ് വരാൻ വൈകിയത് കേട്ടോ. ഈ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ടോ? ആ ആ 3 പേര് വരും പറഞ്ഞിട്ട് ഇതിപ്പോ 2 പേരല്ലല്ലോ. അല്ല, ആങ്ങളെ വന്നിട്ടുണ്ട്. ആങ്ങളെ പുറത്തേക്ക്. ആങ്ങളെ സ്ഥലം വരച്ചിറക്കുന്നു. ആങ്ങൾക്ക് അത് ശരിയുണ്ട്. ആങ്ങളെ ആണോ റോഡ്? മോൻ എന്താ ജോലി? ഗവൺമെന്റ് ജോലിയാണ്. ക്ലർക്സ് ആണ് കേട്ടോ. ക്ലർക്ക്. ആ ക്ലർക്സ്, ക്ലർക്ക്. അവൻ്റെ ഒരു കാര്യം. ക്ലർക്ക്. മോളെ വിളിക്കും, മോളെ വിളിക്കും. ഒറ്റാണും പെണ്ണുമായിട്ട് ഒറ്റ ഒരാള്. മഞ്ജുവ. എന്നെ പഠിപ്പിച്ചു. ഇപ്പൊ ടീച്ചർ ജോലിക്ക് പോകുന്നുണ്ട്. ഇനി ഒരാളുടെ കൈ പിടിച്ചേൽപ്പിക്കും. അത്രയുള്ളൂ. ചായ വെക്കാൻ എടുക്കണ്ട കേട്ടോ, അവർക്ക് ഷുഗറാണ്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും ഒരുക്കിയില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ തോട്ടത്തിൽ ഇന്നാണ് അടയ്ക്കാൻ പറയുമെന്ന് പറഞ്ഞത്. പിന്നെ അതങ്ങനെ നാളേക്കാക്കി. അപ്പം പിന്നെ നമുക്ക് നാളെ പിന്നെ അടയ്ക്കാൻ പറയുമെന്ന് 2 ഏക്കർ കൃഷിയുണ്ട്. അതെ, മോളിപ്പോ പഠിക്കുക. MA കഴിഞ്ഞു. ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ടീച്ചറാണ്. ഏത് വിഷയം മോള് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷ്. പിന്നെ നമ്മുടെ തറവാട്ടിൽ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ തറവാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മോനാണ് സുഗനൻ. നന്നായി പഠിച്ച് ജോലി വാങ്ങേണ്ട ആവശ്യം പെങ്ങൾ പറഞ്ഞല്ലോ. നമുക്കൊരു പെൺകുട്ടി വേണം. മനസ്സിലായി? ഞങ്ങളും തറവാട്ടിന് പേര് ഒട്ടും മോശമല്ല കേട്ടോ. ഗവൺമെന്റ് ജോലിയാണ്. എത്ര കല്യാണാലോചന. അപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നമ്മൾ അവിടെ പോയപ്പോൾ അവർ പറയുകയാണ് ഇത്തിരി വയസ്സ് കൂടിയല്ലോ ചെക്കന്. അങ്ങനെ വയസ്സ് ഒത്തിരി കൂടുതലാണ്. വയസ്സ് കൂടി 32 വയസ്സ്. ഈ സമയത്തല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കല്യാണം ആലോചിക്കുക? പിന്നെ ചെറിയ പിള്ളേരാകുമ്പോഴാണ് കല്യാണം ആലോചിക്കുന്നത്. 32 വയസ്സായി എന്നുള്ളു. പിന്നെ എനിക്ക് സാധാ വയസ്സിന് 18 വയസ്സ്. അവർ പറയണം പഠിപ്പിക്കണം, ഈ വയസ്സൊന്നും പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒറ്റ മോനാണോ? പറയണം. എനിക്കൊരു മോള് കൂടിയുണ്ട്. ഒറ്റ നല്ലൊരു മോള് കൂടിയുണ്ട്. ആള് കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടിയായിട്ട് സുഖമായിരിക്കുകയാണ്. എന്നെ ഒരു സഹായിക്കാൻ ആള് വേണം. അതുപോലെ തന്നെ നമ്മുടെ സുഗണന്റെ, അതായത് എൻ്റെ മക്കളെ നോക്കാൻ പറ്റും. പഠിപ്പുള്ള ആൾക്കാർ വേണം. എന്താന്ന് വെച്ചാൽ പഠിക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ. ഞങ്ങൾക്കുള്ള നല്ല ആൾക്കാർ. മനസ്സിലായല്ലോ. ഇത് സ്വന്തം വീട് തന്നെയാണല്ലോ അല്ലേ?
അല്ല ഇത് വാടക വീടാണ് കേട്ടോ. വാടക വീടാണോ? എങ്ങനെ ഈ വാടക വീട് കിടന്ന് ഉറക്കം വരാ? എനിക്കൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് എനിക്ക് ഉറക്കം വരാറില്ലാതെ. ആ എങ്ങനെ ഉറങ്ങണേ? അല്ല ചേട്ടന് ജോലി ട്രാൻസ്ഫർ ആയപ്പോഴേ, അപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു ഏട്ടൻ്റെ ഫാമിലിയിൽ, ചേട്ടൻ്റെ ഫാമിലിയിൽ. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വീടെടുത്ത്. ആള് പണ്ടത്തെ സ്കൂൾ മാഷായിരുന്നു. ആ ഓ ശരി ശരി. സുഗുണ എന്തെങ്കിലും പറയണ്ടോ? ഇപ്പൊ ഒരു കടന്നു പോയതോ ഇവിടെ ഇല്ലായതോ? ജീരകത്തിന്റെ ആ മതി മതി. അല്ല മോനെ അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മോൻ്റെ അച്ഛൻ, മോൻ്റെ അച്ഛനാ? മോൻ്റെ അച്ഛൻ എല്ലാം ഇട്ടിട്ട് അങ്ങനെ പോയി. എവിടെ പോയി? അല്ല എവിടേക്കും പോയതല്ല, ആള് മരിച്ചു പോയി. നമ്മൾക്ക് നമ്മൾ 50 പവനും ഇനോഹ കാറുമാണ് കൊടുത്തത്. ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു 100 പവൻ 101 പവൻ ഇടാം എന്നാണ്. എൻ്റെ കാലത്ത് തന്നെ എനിക്ക് 30 പവനും ഒരു മാരുതി കാറുമാണ് തന്നത്. എൻ്റെ കാലം അന്തക്കാലം. നമുക്കൊന്നും വേണ്ട, നാടും മനുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ടല്ലേ കൊടുക്കും. വിളിച്ചിട്ട് എന്താണ് തീരുമാനം പറ. അപ്പൊ ശരി 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 മോളെ. ശരി ശരി. ആ അറിയിക്ക. ശരി ഇറങ്ങിയല്ലോ മോളെ.